മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇവിടെയുണ്ട്. നമുക്കറിയാം, അഹമ്മദ് ദേവർകോവിലിൻ്റെ ആ കാലത്ത് വലിയ പരിശ്രമമാണ് ഇവർ നടത്തിയത്. ആ സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടോ? കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷമാണിത്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഹേതുവാകുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അത് നമ്മുടെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്ന ചിന്ത ഒരുപാട് അധ്വാനിച്ചു അല്ലേ? ആ സമയത്ത് നന്നായി തന്നെ പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ ആദ്യ കപ്പലെത്തിക്കാനും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. കോവിഡിന്റെ എല്ലാ പ്രതിസന്ധി ഉണ്ടായിട്ടും ആ സമയത്ത് അല്ലേ കാര്യമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയം. കാരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണ ആ കാര്യത്തിൽ മുതൽക്കൂട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമയത്തോടുകൂടി തന്നെ കാര്യങ്ങളെ സംയമനത്തിന്റെ പാതയിൽ കൊണ്ടുപോകാനും എല്ലാവരെയും സഹകരിപ്പിച്ചു പോകാനും സാധിച്ചു എന്നതാണ് വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. ഈ സമയത്ത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര അഭിമാനമായിരിക്കൂലേ മുൻ മന്ത്രി എന്ന നിലയിൽ? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വേദന സഹിച്ചുകൊണ്ട് ഒരു ഗർഭം ധരിച്ച കുട്ടിയെ പ്രസവിക്കുന്ന ഒരു അമ്മക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് നമ്മൾ. അരുൺ, ഒരു വൈകാരിക നിമിഷമാണ് അഹമ്മദ് ദേവർകോവിലിനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാവുന്നതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഇങ്ങനെ മാസ്കൊക്കെ ഇട്ട് ആ കോവിഡിന്റെ സമയത്ത് ഈ വിഴിഞ്ഞം പോർട്ട് പലതവണ സന്ദർശിക്കുകയും ഇതിന് നേതൃത്വം നൽകുകയെല്ലാം ചെയ്തത് നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കെല്ലാം അറിയാം. ഈ ഒരു സമയത്ത് ദേവസ്വം മന്ത്രിയാവാനുള്ള തുറമുഖ മന്ത്രിയാകാനുള്ള ഭാഗ്യം കിട്ടിയത് വി എൻ വാസവനാണ്. വി എൻ വാസവനെയും കുറച്ച് കാണുകയല്ല. എന്തായാലും മുഖ്യമന്ത്രി ആയാലും വി എൻ വാസവനായാലും നേരത്തെ ഉമ്മൻചാണ്ടി ആയാലും മറ്റുള്ളവരായാലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നേടിയതാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് ഇവിടെയെല്ലാം ഉള്ളത്. BJPയുടെ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. BJPയുടെ എസ് സുരേഷ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് നമ്മുടെ പരിപാടി ആസൂത്രണം ചെയ്തത്? എങ്ങനെയാണ് ഇത്? തിരുവനന്തപുരത്തിനെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു അസുലഭമായിട്ടുള്ള ചരിത്ര നിമിഷമാണ്. ഇത് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് വിഴിഞ്ഞം തുറമുഖം കടലിൽ നിന്ന് ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും നരേന്ദ്രമോദിയോട് നന്ദിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇത് കേരളത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വികസനത്തിന്റെ രാജവീഥിയായിട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കും. അത് ഭാവി കേരളത്തിന് വലിയ ശക്തി പകരുന്ന ഒന്നായതുകൊണ്ട് ഞങ്ങളുടെ പുതിയ മുദ്രാവാക്യം തന്നെ വികസിത കേരളമാണ്. നമ്മുടെ പദ്ധതി പ്രദേശത്തിന്റെ പുറത്ത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒട്ടും മോശമല്ല. ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണോ? അല്ല, ഇത് ക്രെഡിറ്റ് ആരെ ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ല. കേരളം ഇനി വികസനത്തിന് വേണ്ടി ചിന്തിക്കണം. വികസിത കേരളം എല്ലാവരുടെയും സ്വപ്നമാവണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്വപ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. കോൺഗ്രസും ആ സ്വപ്നത്തിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം അവർക്ക് 70 വർഷമായിട്ട് കാണാൻ കഴിയാത്ത സ്വപ്നം അവർക്ക് നൽകാൻ പുറത്ത് ധാരാളം ആളുകൾ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട്.